ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഇ ഗവേണൻസ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇ ഗവേണൻസ് എന്താണ് എന്നൊക്കെ. ഓക്കെ, സോ വാട്ട് ഈസ് ഇ ഗവേണൻസ്? അതിൽ രണ്ട് ടേമാണ് വരുന്നത് അല്ലേ. ഇ സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക്. ക്ലിയർ. ഗവേണൻസ് നമുക്ക് എന്താണെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ഇ ഗവേണൻസ് പറഞ്ഞാൽ? ഇലക്ട്രോണിക് ഗവേണൻസ്. ഇലക്ട്രോണിക് ഗവേണൻസ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഗവേണൻസ് പ്രോസസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടി അതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുക. ക്ലിയർ. ആ ഗവേണൻസിന് നമ്മൾ IT അല്ലെങ്കിൽ ICT അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അല്ലേ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? ഇ ഗവേണൻസ്. ക്ലിയർ. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ എന്താ? ഇ ഗവേണൻസ് ഇസ് നത്തിങ് ബട്ട് ദി ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ദി പ്രോസസ് ആൻഡ് സർവീസസ് ഓഫ് ഗവൺമെൻറ് ഓർ ഗവൺമെൻറ്സ്. ക്ലിയർ. ഗവൺമെൻറ് സർവീസസ് അല്ലെങ്കിൽ ഗവേണൻസിന് വേണ്ടി ICT ഡിവൈസസ് അപ്ലൈ ചെയ്യുന്ന ക്ലിയർ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇ ഗവേണൻസ്. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഇ ഗവേണൻസ്. ക്ലിയർ. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ക്ലിയർ. സിംപ്ലി പറഞ്ഞാൽ എന്താണ്? സോ ഇ ഗവേണൻസ് ഈസ് ഇലക്ട്രോണിക് ഗവേണൻസ് ആൻഡ് ഈസ് ബേസിക്കലി ദി ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് to the process of government functioning in order to bring about a spectacular change, clear, or radical change in the process. ഇപ്പോൾ സാധാരണ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമുക്കൊരു അല്ലേ ധാരണയുണ്ട്. എന്താണ് ധാരണ? ഗവൺമെൻറ്റിൻ്റെ കാര്യം അല്ലേ വളരെ മെല്ലെ ആവുള്ളൂ, സാവധാനമേ ആവുള്ളൂ. ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ചെയ്ത് കിട്ടില്ല. സർവീസസ് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് കിട്ടില്ല അല്ലേ. ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്താൽ തന്നെ കുറേ ദിവസം എടുക്കും അല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ്റിൻ്റെ സർവീസുകളും ക്ലിയർ, സർവീസ് ഡെലിവറിയും ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പബ്ലിക്കിൻ്റെ ഇടയിലുണ്ട്, സിറ്റിസൺസിൻ്റെ ഇടയിലുണ്ട് അല്ലേ. അപ്പോൾ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, ഒരു റാഡിക്കലായുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സും സർവീസുകളിലും ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി. എങ്ങനെയുള്ള ചേഞ്ച്? റാഡിക്കലായുള്ള ചേഞ്ച്. ക്ലിയർ. ദാറ്റ് ഈസ് റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ചേഞ്ച്, ക്ലിയർ, ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സും സർവീസും ആക്ടിവിറ്റീസും ഫങ്ഷൻസൊക്കെ എന്ത് ചെയ്യുന്നു? ICT എനേബിൾഡ് ആക്കി മാറ്റുന്നു അല്ലെങ്കിൽ ICT അപ്ലൈഡ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ICT എനേബിൾഡ് ആയിട്ടുള്ള ഗവേണൻസിനെയാണ് സിംപ്ലി എന്ന് പറയുന്നത് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു മാറ്റം നമുക്ക് ഗവേണൻസിൽ കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ. ഭരണ സംവിധാനത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് നൽകുന്ന സർവീസുകളിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നൽകുന്ന സർവീസിൽ നമുക്ക് നൽകാൻ പറ്റും. ക്ലിയർ. എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് സർവീസ് നൽകുക? മേ ബി ടു സിറ്റിസൺസിനാവാം, എംപ്ലോയീസിനാവാം, ബിസിനസ്സിനാവാം, മറ്റുള്ള ഗവൺമെൻറ്റുകൾക്ക് തന്നെ ആവാം. ഇങ്ങനെ പലതരത്തിലുള്ള മോഡലും സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് ടെക്നോളജി അല്ലെങ്കിൽ ICT ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ, അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇ ഗവേണൻസ്. സോ വേൾഡ് ബാങ്കിൻ്റെ ഒരു ഡെഫിനിഷൻ. ക്ലിയർ. സോ ഈ ഗവൺമെൻറ് എന്നാണ് ഇവിടെ വേൾഡ് ബാങ്ക് ഡിഫൈൻ ചെയ്യുന്നത്. സോ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ്, ദറ്റ് ഈസ് ദ യൂസ് ബൈ ഗവൺമെൻറ്റൽ ഏജൻസീസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ്. ക്ലിയർ. അതിൽ എന്തൊക്കെ വരാം? നെറ്റ്വർക്ക്സ് ആവാം, ഇൻ്റർനെറ്റ് ആവാം, മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആവാം, ക്ലിയർ, കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആവാം, ഇതൊക്കെ ആവാം. ക്ലിയർ. ദാറ്റ് ഹാവ് the ability to transform relations with citizens, business and other arms of government. ക്ലിയർ. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഒരു ഡെഫിനേഷൻ അനുസരിച്ച് ഈ ഗവൺമെൻറ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? യൂസ് ഓഫ് ICT ഡിവൈസസ് ബൈ എനി ഫോം ഓഫ് ഗവൺമെൻറ്. ക്ലിയർ. ഏത് തരത്തിലുള്ള ഫോം ഓഫ് ഗവൺമെൻറ് ആണെങ്കിലും ശരി, ക്ലിയർ, അവർ ICT ഉപയോഗിക്കുമ്പോൾ അല്ലേ, യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ബൈ ദ ഗവൺമെൻറ്. ക്ലിയർ. എന്തിനു വേണ്ടിയിട്ട് അല്ലേ? അത് ICT എന്തിന് കാരണമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ എന്തിനുള്ള ശേഷിയുണ്ട് ICTക്ക്? ഈസ് ICT ഹാവിങ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫോം റിലേഷൻസ്. ക്ലിയർ. മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഗവൺമെൻറ് നൽകേണ്ട സർവീസ് നൽകേണ്ട ഇൻ്ററാക്ട് ചെയ്യേണ്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഉള്ള റിലേഷൻഷിപ്പിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മേ ബി സിറ്റിസൺസ്, മേ ബി ബിസിനസ്, മേ ബി ഏജൻസീസ് ഓർ അതർ
any arms of government. Arms of government here means departments, clear, or organization, government department, clear, government officers. Okay, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട്. സോ ഇതാണ് ഈ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ. അതുപോലെ തന്നെ ദർ ഈസ് അനദർ ഡെഫിനിഷൻ put forward by UNESCO. Clear? What is UNESCO in the definition? ഈ ഗവേണൻസ് ആണ് അവിടെ വരുന്നത്. ക്ലിയർ? സോ ഗവേണൻസ് refers to, അല്ലേ, ഗവേണൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, അതിനാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയാം. ക്ലിയർ? സോ ഇറ്റ് refers to the exercise of certain authority. Clear? That is political, that is administrative, that is economic. Clear? ഇതെല്ലാം നമ്മൾ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ICT എനേബിൾഡ് ആക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് മാറ്റുന്ന സമയത്ത് അതിനെന്ത് പറയും? ഈ ഗവേണൻസ് എന്ന് പറയുന്നതാണ് യുനെസ്കോ പറയുന്നത്. ക്ലിയർ? സോ ഈ ഗവേണൻസ് മേ ബി അണ്ടർസ്റ്റുഡ് ആസ് ദി പെർഫോമൻസ് ഓഫ് ഗവൺമെൻറ്റ്സ് ഓർ ഗവേണൻസ്. ക്ലിയർ? ദാറ്റ് ഈസ് ബ്രാക്കറ്റിൽ വേണം നമുക്ക് എന്ത് കൊടുക്കാം? പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വയാ ദി medium of electronic medium in order to facilitate an efficient, speedy and transparent process of disseminating information to the public and other agencies and performing government administration activity. Clear? അപ്പോൾ യുനെസ്കോൻ്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഈ ഗവേണൻസ്, ക്ലിയർ, മീൻസ് the performance of governance via electronic medium. Clear? In order to facilitate an efficient and speedy and transparent. ഇപ്പോൾ 3 വർക്കുകളാണ് അവിടെ യുനെസ്കോ ഉപയോഗിക്കുന്നത്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, സ്പീഡി ആയിട്ടുള്ള പ്രോസസ്സുകൾ, അതുപോലെ ട്രാൻസ്പെറൻ്റ് അല്ല സുതാര്യമായിട്ടുള്ള പ്രോസസ്സുകൾ. ക്ലിയർ? ഇൻ ഡിസമിനേറ്റിംഗ് ഇൻഫർമേഷൻ, ഗവൺമെൻറ് പബ്ലിക്കിന് നൽകുന്ന, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നൽകേണ്ട ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നു. ക്ലിയർ? എഫിഷ്യൻ്റായിട്ടും സ്പീഡി ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും മാറ്റിയെടുക്കുന്നു. അതുപോലെ തന്നെ പെർഫോമൻസ് ഓഫ് ഗവൺമെൻറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റി, ഗവൺമെൻറ് നൽകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള, അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റി, ക്ലിയർ, ഫങ്ഷൻസ് ആൻഡ് സർവീസസ്, ഇതും എന്താക്കി മാറ്റുക? സ്പീഡി ആക്കി മാറ്റുക, എഫിഷ്യൻ്റ് ആക്കി മാറ്റുക, ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റുക. ക്ലിയർ? ഇതിനെയാണ്, ഇതിൻ്റെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ഈ ഗവേണൻസ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് the performance of governance by the use of ICT or electronic devices or electronic technology. Clear? ഇങ്ങനെ ഡെഫിനിഷൻ ഏതെങ്കിലും ഡെഫിനിഷനുകൾ പഠിച്ചു വയ്ക്കുക. ക്ലിയർ? സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ദി എക്സാമിനേഷൻ. ഓക്കെ, then basically e-governance is generally understood as the use of information and communication technology at all levels of government in order to provide services to its citizens, interaction with the government or business enterprises, communication and exchange of information between different agencies of the government in a speedy, convenient, efficient and transparent manner. Clear? അപ്പോൾ ഈ ഗവേണൻസിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ തന്നെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? എല്ലാ പ്രോസസ്സുകളും കമ്മ്യൂണിക്കേഷൻസും എക്സ്ചേഞ്ചും ഒക്കെ എന്താക്കി മാറ്റുക? സ്പീഡി ആക്കി മാറ്റുക, കൺവീനിയൻ്റ് ആക്കി മാറ്റുക, എഫിഷ്യൻ്റ് ആക്കി മാറ്റുക, ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റുക. ക്ലിയർ? ഈ രീതിയിൽ ICT ഇതിനൊക്കെ വേണ്ടിയിട്ട് ICT ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ICT കൊണ്ട് ICTയുടെ ഉപയോഗത്തിൻ്റെ ഫലമായി ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റും. ക്ലിയർ? ദ പ്രോസസ് ആൻഡ് സർവീസസ് ക്യാൻ ബി ഡെലിവേർഡ് സ്പീഡിലി. ക്ലിയർ? ഇറ്റ് ക്യാൻ ബി ഡെലിവേർഡ് കൺവീനിയൻറ്റ്. എന്താ സ്പീഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ ക്വിക്കായിട്ട്, അല്ലേ, നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, അത് ഉടനെ അതവിടെ കിട്ടുന്നു. ക്ലിയർ? അവരൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്രൂവ് ചെയ്യുന്നു, അത് ഉടനെ കിട്ടുന്നു. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഒരു ഓൺലൈൻ പ്രോസസ്സ് വരുമ്പോൾ, അല്ലേ, ICT ഉപയോഗിക്കുമ്പോൾ ക്വിക്കായിട്ടുള്ള ഡെലിവറി, സർവീസ് ഡെലിവറി ഉണ്ടാവും. അല്ലേ, നമ്മൾ നേരത്തേക്ക് ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൂടുതൽ സമയം എടുക്കണം. അല്ലേ, ഇപ്പോഴൊക്കെ എങ്ങനെയാണോ? അല്ല, അല്ലേ, നമുക്കറിയാൻ പറ്റും. ഇപ്പോഴും ചെറിയ ഡിലേ ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിലൊരു മെസ്സേജ് വരും. ഇതാണ് യു ഹാവ് അപ്ലൈഡ്, അല്ലേ, യുവർ ആപ്ലിക്കേഷൻ നമ്പർ ഇതാണ്, ഹാസ് ബീൻ സെൻഡ് ഫോർ പ്രോസസ്സിങ്. ക്ലിയർ? ദെൻ പ്രോസസ്സിങ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും? യുവർ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. ക്ലിയർ? ഈ രീതിയിൽ സ്പീഡി ആയിട്ടുള്ള പ്രോസസ്സായിട്ട് മാറുന്നു. ക്ലിയർ? നമ്മൾ അപ്ലൈ ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ കൺസേൺഡ് വില്ലേജ് ഓഫീസർക്ക് ലഭ്യമാകുന്നു. അവരത് ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലേക്ക് സ്പീഡി ആയിട്ടുള്ളൊരു പ്രോസസ്സാക്കി മാറിയിട്ടുണ്ട്. ക്ലിയർ?
ഇത് വില്ലേജ് ഓഫീസിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ്റെ കാര്യത്തിലാണ് ശരി, അല്ലേ, സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലാണ് ശരി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള സ്പീഡി ഡിസ്പോസൽ വരാം, അല്ലേ. കൺവീനിയൻറ്റ്, എന്താ കൺവീനിയൻറ്റ്? യൂസറുടെ കൺവീനിയൻസ്. ആരുടെ കൺവീനിയൻസാ? യൂസറുടെ കൺവീനിയൻസ്. എന്താ യൂസറുടെ കൺവീനിയൻസ്, അല്ലേ? നമ്മൾ ഇതിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി, ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടി, ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി, ഒരു നേറ്റിവിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്ത് ചെയ്യണമെന്നില്ല? വി നീഡ് നോട്ട് ഗോ ടു ദ വില്ലേജ് ഓഫീസ്, അല്ലേ. എൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ക്ലിയർ സബ്മിറ്റ് അവർ അപ്ലിക്കേഷൻ അറ്റ് എനി ടൈം, അല്ലേ. ഓൺലൈനാണ് 24/7, ക്ലിയർ. 24/7 എന്താ? 7 ദിവസം 24 മണിക്കൂർ നമുക്കത് അവൈലബിൾ ആണ്, അല്ലേ. വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിലിരുന്ന് വേണമെങ്കിൽ ചെയ്യാം, ക്ലിയർ. നമുക്കൊരു ഫോണുണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്, നമുക്ക് അതിലെന്ത് ചെയ്യാം? ഈ ഡിസ്ട്രിക്റ്റിൻ്റെ വെബ്സൈറ്റ് എടുത്ത് അതിലെന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം, ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട്, ക്ലിയർ. എനി ടൈം, അല്ലേ. എന്താ എനി ടൈം? എനിവെയർ, എനി ടൈം എന്നൊക്കെയാണ്, അല്ലേ. എന്താ എനി ടൈം? ഏത് സമയത്തും ചെയ്യാം, അല്ലേ. നമുക്ക് സമയം കിട്ടിയിരിക്കുന്ന വൈകുന്നേരമാണ്, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന വൈകുന്നേരം 7 മണിയാണ് 8 മണിയാണ്, നമുക്ക് അപ്പോഴും ചെയ്യാൻ പറ്റും, ക്ലിയർ. സോ 24/7 നമുക്ക് സർവീസ് കിട്ടും. സോ ഇറ്റ് ഈസ് ഫോർ ദ യൂസർ കൺവീനിയൻറ്റ്. ഇതിന് വേണ്ടി നമ്മൾ അവിടെ പോകണമെന്നില്ല, മുടക്കണമെന്നില്ല, അല്ലേ. നമ്മുടെ ജോലി മുടക്കിയിട്ട് അവിടെ പോകണമെന്നില്ല, സമയം മുടക്കി അവിടെ പോകണമെന്നില്ല, ക്ലിയർ. കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നു, ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കാൻ പറ്റുന്നു, കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ വരുന്നതുകൊണ്ട് എന്തായിട്ട് മാറുന്നു? ഇറ്റ് ബിക്കം എഫിഷ്യൻറ്റ്, ക്ലിയർ. എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് മാറും, ക്ലിയർ. ഇപ്പോൾ ഗവേണൻസ് എന്തായിട്ട് മാറും? എഫിഷ്യൻ്റ് ആയിട്ട് മാറും, ക്ലിയർ. വളരെ കുറഞ്ഞ കോസ്റ്റിൽ വളരെ കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ, സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്ന സിസ്റ്റമായിട്ട് മാറും, അല്ലേ. നേരത്തെയാണ് ഒരു വില്ലേജ് ഓഫീസിൽ, അല്ലേ, അറ്റ് എ ടൈം ഒരാളെ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താവും? വളരെ കുറഞ്ഞ അളവിലെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴങ്ങനെയാണോ? അല്ല. കാരണം അത് എഴുതി തന്നെ തയ്യാറാക്കണം. ഇപ്പം അങ്ങനെയാണോ? അല്ല. അപ്രൂവൽ ബട്ടൺ വില്ലേജ് ഓഫീസിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം? സർട്ടിഫിക്കറ്റ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 1 മിനിറ്റിനുള്ളിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? 10, 20, 30, 40, 50 ഒക്കെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട്, കോസ്റ്റ് സേവിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? സർവീസ് ഡെലിവറി. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് മാറും. ട്രാൻസ്പെറൻ്റ് ആണ്, അല്ലേ. വൈ ഇറ്റ് ബിക്കം ട്രാൻസ്പെറൻറ്റ്, അല്ലേ. ഏത് കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാക്ക് ചെയ്യാൻ പറ്റും, ക്ലിയർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്തു, നേരത്തെയൊക്കെ ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയി തിരക്കിയാൽ അവർ പറയുന്നത് തന്നെയാണ് അതിൻ്റെ മറുപടി. ഇപ്പം അങ്ങനെയാണോ? അല്ല, അല്ലേ. നമ്മൾ എന്ത് ചെയ്യാം? വെബ്സൈറ്റിൽ എടുത്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇമെയിലിൽ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ റെഫറൻസ് നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ചെക്ക് ദ സ്റ്റാറ്റസ്, അല്ലേ. ആപ്ലിക്കേഷൻ പെൻഡിങ് ആണോ, വെരിഫിക്കേഷൻ സ്റ്റേജിലാണോ, അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, ക്ലിയർ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ സ്റ്റേജിൽ മനസ്സിലാക്കണം. ചിലപ്പോൾ ഓരോ സ്റ്റേജിൽ നമുക്ക് മെസ്സേജ് വരും, ക്ലിയർ. ഇപ്പോൾ ഈ രീതിയിൽ ക്ലിയർ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു സിസ്റ്റമായിട്ടത് മാറുന്നു, അല്ലേ. ഇത് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റും ഒരാൾക്ക്. ഇനി അല്ലേ, പണ്ട് കാലങ്ങളിലൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ കിട്ടിയില്ല എന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് പറഞ്ഞു വരും. ഇപ്പം അങ്ങനെ പറ്റുമോ? ഇല്ല. കാരണം എന്താ? എവറി ആപ്ലിക്കേഷൻ, ക്ലിയർ, വൺസ് ഇറ്റ് ഈസ് സബ്മിറ്റഡ് വിൽ ഗെറ്റ് എ യുണീക്ക് ID. ആ യുണീക്ക് ID നമുക്ക് തന്നെ അറിയാം, അല്ലേ. നമ്മുടെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ദീസ് ആർ ഓൾ സെക്യൂർഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലൂടെയാണ് അത് ചെയ്യുന്നത്, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഡിലീറ്റ് ചെയ്യാനോ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ സ്പീഡി ആയിട്ടുള്ള, കൺവീനിയൻ്റ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ്, ഗവൺമെൻറ് പ്രോസസ്സ് ഇതിലൂടെ നടപ്പിലാക്കാൻ പറ്റുന്നു. ഈ ഗവേണൻസിലൂടെ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ICTയുടെ എനേബിൾമെൻറ്റ് കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ICTയുടെ അപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു, ക്ലിയർ. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഈ ഗവേണൻസ്. ഓക്കെ. ഇനി നോക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഇ ഗവേണൻസ്, ക്ലിയർ. ഇ ഗവേണൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് അല്ല, ക്ലിയർ. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇവല്യൂഷൻ, ക്ലിയർ. അതൊരു ഇവോൾവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് വന്നതാണ്, ക്ലിയർ. അത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്? അതിനൊരു ഹിസ്റ്ററി ഉണ്ട്, ചരിത്രമുണ്ട്, അല്ലേ. അപ്പോൾ അത് സ്ലോ ആയിട്ടൊരു ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇ ഗവേണൻസ്, ക്ലിയർ. അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് ആണ് ഇവിടെ പറയുന്നത്, ക്ലിയർ. ഒന്നാമത്തെ സ്റ്റേജ് എന്താ? കമ്പ്യൂട്ടറൈസേഷൻ ആണ്, ക്ലിയർ. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇ ഗവേണൻസ് ഈസ് കമ്പ്യൂട്ടറൈസേഷൻ. കമ്പ്യൂട്ടറൈസേഷൻ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സ്റ്റേജാണ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജാണ്, ക്ലിയർ, വെബ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ വെബ്, ക്ലിയർ, വെബ് ടെക്നോളജി. ഓക്കെ. നെക്സ്റ്റ് വരുന്ന സ്റ്റേജാണ് ഓൺലൈൻ ഇൻ്ററാക്ടിവിറ്റി, ക്ലിയർ. ഡൈനാമിക് ഇൻ്ററാക്ടിവിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് പ്രോസസ്സസ്, ക്ലിയർ. ഇൻ്ററാക്റ്റീവ് പ്രോസസ്സ്, എക്സ്റ്റെൻഡ് ഇൻ്ററാക്ടിവിറ്റി. ഇതാണ് 4 പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്ന് പറയുന്നത്, ക്ലിയർ. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഇ ഗവേണൻസ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇ ഗവേണൻസിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ? കമ്പ്യൂട്ടറൈസേഷൻ. എന്താ കമ്പ്യൂട്ടറൈസേഷൻ?
അല്ലേ? നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങൾ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഏകദേശം 1980കളുടെ അവസാനം മുതലാണ് നമ്മൾ ഇന്ത്യയിൽ കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങുന്നത്. അപ്പോഴാണ് കമ്പ്യൂട്ടറുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ഇന്ത്യയിൽ. ക്ലിയർ? 1986, 85, 86, 87 ക്ലിയർ? ഈ പീരീഡിലൊക്കെയാണ് കമ്പ്യൂട്ടറൈസേഷൻ പ്രധാനമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് കമ്പ്യൂട്ടറൈസേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിച്ചത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഗവൺമെൻറ് ഓഫീസുകളിലും ചില സെക്ടേഴ്സിലും കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില പ്രവർത്തനങ്ങളുണ്ടായി. ക്ലിയർ? അപ്പോൾ അതാണ് കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അതിന് പല എതിർപ്പും നേരത്തെ ഉണ്ടായിരുന്നു. ക്ലിയർ? കുറേയധികം എതിർപ്പുകൾ ഉണ്ടായിരുന്നു, കുറേയധികം സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ക്ലിയർ, കുറച്ച് വില്ലോടുകൂടി എന്ത് ചെയ്തു? അദ്ദേഹം സ്ട്രോങ് വില്ലോടുകൂടി അദ്ദേഹം കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ, പ്രത്യേകിച്ച് റെയിൽവേ, അല്ലേ, ഇൻഷുറൻസ്, ബാങ്കിങ് സെക്ടർ, ഇങ്ങനെ ചില കീ സെക്ടേഴ്സിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കമ്പ്യൂട്ടർ വന്നതോടുകൂടി എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ എന്താ? ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസാണ്, അല്ലേ? അപ്പോൾ കുറേയധികം ഇൻഫർമേഷൻ അതിലൂടെ സ്റ്റോർ ചെയ്യാനും, അല്ലേ, അത് ക്വിക്കായിട്ട് റിട്രീവ് ചെയ്യാനും, പ്രോസസ്സുകൾ, സർവീസുകളൊക്കെ എളുപ്പമാക്കി മാറ്റാൻ അതുവഴി കഴിഞ്ഞു. ക്ലിയർ? ഇതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ 1980s അവസാനം, ലേറ്റ് 1980s എന്നാണ് പറയുക. ക്ലിയർ? 1986 അല്ലെങ്കിൽ ആ പീരീഡാണ് ടു 1990, ആ പീരീഡൊക്കെയാണ് 1990കളൊക്കെ വരുന്ന പീരീഡാണ് ഇന്ത്യയിൽ. ക്ലിയർ? ഒരു 10 വർഷം മുമ്പാണ് ഇത് യു എസ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് നേഷൻസിലൊക്കെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നത്. ക്ലിയർ? അപ്പോൾ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ 1970s തന്നെ എന്ത് വന്നിട്ടുണ്ട്? കമ്പ്യൂട്ടറൈസേഷൻ വന്നു. ക്ലിയർ? അപ്പോൾ അവിടുത്തെ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് നേഷൻസിൽ നിന്നും ഒരു 10 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് നമ്മുടെ രാജ്യത്തിൽ വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കമ്പ്യൂട്ടറൈസേഷനൊക്കെ 1970s ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ക്ലിയർ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഒരു 10 ഇയേഴ്സിൻ്റെ ഒരു പീരീഡ്, ഒരു ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ കാലയളവ് ഉണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. ക്ലിയർ? അത് ഒരു ആദ്യത്തെ സ്റ്റേജ്, പ്രിലിമിനറി സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ? അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1990s ശേഷം, 1990കൾക്ക് ശേഷം, ക്ലിയർ, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ എന്തായിട്ട് മാറി? നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. ക്ലിയർ? സോ വാട്ട് ഈസ് നെറ്റ്വർക്ക്? നമുക്കറിയാൻ പറ്റും, അല്ലേ? ഈ കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചതോടുകൂടി സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ തുടങ്ങി. ക്ലിയർ? അപ്പോൾ എന്തായതിനെ? നമ്മളതിനെ ലാൻ എന്നും, അല്ലേ, വാൻ എന്നും, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നും, അല്ലേ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്നും, ഇങ്ങനെ പലതരത്തിലുള്ള നെറ്റ്വർക്കും അതുപോലെ ഇൻ്റർനെറ്റും. ക്ലിയർ? ഇൻ്റർനെറ്റും എന്ത് ചെയ്യാൻ തുടങ്ങി? എനേബിൾഡ് ആയി. ഓക്കെ, ഏകദേശം 90s അവസാനത്തോടു കൂടി ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ക്ലിയർ? അപ്പോൾ 1990s വരെ വളരെ ഇൻ്റർനെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മേ ബി ലാൻ, വാൻ അങ്ങനെയുള്ള കണക്ടിവിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിയർ? പക്ഷേ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കിനാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയാം, അല്ലേ? ഇങ്ങനെ കുറേ നെറ്റ്വർക്കുകളെ ചേർത്തുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ഉണ്ടാക്കിയെടുത്തത് 95 ശേഷമാണ്. ക്ലിയർ? 1995 ശേഷമാണ്. ക്ലിയർ? ഇപ്പോൾ ലേറ്റ് 90s കൂടി എന്ത് സംഭവിച്ചു? ഇൻ്റർനെറ്റ് റെവല്യൂഷൻ ഇന്ത്യയിലും വന്നു. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് തന്നെ 1980s മുതൽ എവിടെ ഉണ്ടായിരുന്നു? വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇൻ്റർനെറ്റ് വളരെയധികം ഉപയോഗത്തിലുണ്ടായിരുന്നു. ക്ലിയർ? അപ്പോൾ അത് 1990s ഏർലിയർ പീരീഡിൽ തന്നെ അവിടെ വ്യാപകമായിരുന്നു ഇൻ്റർനെറ്റ്. ക്ലിയർ? US പക്ഷേ ഇന്ത്യയിൽ വരുന്നതിന് കുറച്ചുകൂടെ താമസിച്ചിട്ടാണ് വന്നത്. നേരത്തെ പറഞ്ഞൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, നെറ്റ്വർക്കിംഗ് ആണ് അടുത്ത. എന്താ നെറ്റ്വർക്കിൻ്റെ പ്രാധാന്യം? ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 10ഉം സ്റ്റാൻഡ് അലോൺ ആയിട്ട് വെറുതെ വയ്ക്കുന്നതിന് പകരം 10ഉം തമ്മിൽ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലുള്ള റിസോഴ്സസ് മറ്റൊരു കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? വ്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഡാറ്റ ഷെയറിങ്, ഫയൽ ഷെയറിങ് ഇതൊക്കെ നടപ്പിലാക്കാൻ ഇത് വഴി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ വിവിധ പ്രദേശങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലേ? അപ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്കായി. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിൽ മുഴുവൻ കണക്ടിവിറ്റി വരുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നത്? മാൻ ആയിട്ട് മാറി. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫയൽ ഷെയറിങ്, ഡാറ്റ ഷെയറിങ്, ക്ലിയർ, അതുപോലെ ഫയൽ മൂവ്മെൻറ്റ്, സ്റ്റോറേജ്, യൂട്ടിലൈസേഷൻ വളരെയധികം വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ക്ലിയർ? ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് സ്റ്റേജായി, കമ്പ്യൂട്ടറൈസേഷൻ്റെ എക്സ്റ്റെൻഡഡ് സ്റ്റേജ് ആയിട്ട് മാറുന്നതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? നെറ്റ്വർക്ക്സ്. ക്ലിയർ? ദെൻ മൂന്നാമത്തെ സ്റ്റേജായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വെബ്സൈറ്റ്സ്. ക്ലിയർ? വെബ് ടെക്നോളജി, എമർജൻസ് ഓഫ് വെബ് ടെക്നോളജി. ഓക്കെ, വെബ് ടെക്നോളജിയുടെ പ്രത്യേകത എന്താ നമുക്കറിയാം, അല്ലേ? വെബ് സൈറ്റുകൾ, വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന ബ്ലോഗുകൾ, അല്ലേ? അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും
ക്ലിയർ, ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റാ ബേസുകൾ, ഇതൊക്കെ വന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? വെബ് ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇമെയിൽ, ക്ലിയർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചില സർവീസുകൾ മാത്രമേ എന്തിലുണ്ടായിരുന്നുള്ളൂ? ഇൻ്റർനെറ്റിലുണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് എക്സ്റ്റെൻഡഡ് ആയിട്ട് മാറാൻ, ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർനെറ്റ് ആയിട്ട് മാറാനുള്ള കാരണം എന്താ? വെബ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റാണ്. ക്ലിയർ, ഒരു വെർച്വൽ വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ മേക്ക് എ വെർച്വൽ വേൾഡ് ഓർ വെർച്വൽ പ്രസൻസ്, ക്ലിയർ, ഇൻ ദ ഫോം ഓഫ് വെബ്സൈറ്റ്സ് എന്നുള്ളത് വന്നതോടുകൂടി, ക്ലിയർ, അവിടെയൊക്കെ 1980കളുടെ അവസാനം തന്നെ വിദേശ രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള വെബ് ടെക്നോളജീസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ വൈകി. ക്ലിയർ, അതൊക്കെ 1990കളുടെ അവസാനം അല്ലെങ്കിൽ അതുപോലെ തന്നെ ന്യൂ മില്ലേനിയത്തിൻ്റെ ഏർലി പീരീഡിലൊക്കെയാണ് ഇന്ത്യയിൽ, ക്ലിയർ, നമുക്ക് വെബ് ടെക്നോളജി കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. വെബ് ടെക്നോളജിയുടെ പ്രത്യേകം എന്താ? വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ, നേരത്തെ ഒന്നും വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നില്ല, കമ്പനികൾക്ക് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലിയർ, പക്ഷെ പിന്നീട് എന്തായിട്ട് മാറി? വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനാണ്. എന്താ വെബ്സൈറ്റ്? കമ്പനികൾക്ക് അറിയിക്കേണ്ട, ഓർഗനൈസേഷൻ അറിയിക്കേണ്ട, ഗവൺമെൻറ്റിന് അറിയിക്കേണ്ട അല്ലേ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം വിവരം അറിയാൻ വേണ്ടി മാത്രം ഗവൺമെൻറ് ഓഫീസുകളോ ഓർഗനൈസേഷനോ കമ്പനികളിലോ പോകേണ്ട കാര്യം ഇല്ലാതായിട്ട് മാറി. ക്ലിയർ, അപ്പോൾ ഒരു ഓൺലൈൻ പ്രസൻസ് ആണത് അല്ലേ, ഒരു വെർച്വൽ പ്രസൻസ് ആണത്. ക്ലിയർ, കമ്പനികളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടൊന്ന് മാറി. അങ്ങനെ മാറുന്നതോടുകൂടി അതിൽ റിസോഴ്സുകൾ കൂടുതൽ ആഡ് ചെയ്യാൻ തുടങ്ങി, കമ്മ്യൂണിക്കേഷൻസ് അതിലൂടെ നടത്താൻ തുടങ്ങി. ക്ലിയർ, അപ്പോൾ അതിലൂടെ, ക്ലിയർ, വെബ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം അല്ലേ. വെബിൻ്റെ ഡെവലപ്മെൻറ്റും നമ്മൾ പല രീതിയിൽ പറയാറുണ്ട്. ക്ലിയർ, വെബ് ടെക്നോളജി, വെബ് 1.0, വെബ് 2.0, ക്ലിയർ, അതുപോലെ വെബ് 3.0, അങ്ങനെയൊക്കെയാണ് വെബ് ടെക്നോളജി അറിയപ്പെടുന്നത്. ക്ലിയർ, ഓരോരോ വേർഷൻസാണ്. എന്താ ഓരോ വേർഷൻ്റെ പ്രത്യേകത? ആദ്യത്തെ വെബുകളൊക്കെ സ്റ്റാറ്റിക് വെബ് ആയിരുന്നു, ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ക്ലിയർ, വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താ? വെബ് ടെക്നോളജിയിൽ നമ്മൾ ഡാറ്റ കുറേ അല്ലേ, നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫയൽസ് ഉണ്ട്, PDF-ഉം അതും ഇതൊക്കെ കിട്ടും അല്ലേ. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ഫയൽ ഫോർമാറ്റിലാക്കി കുറേ ഇൻഫർമേഷൻ HTML-ലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വേർഷൻസിലോ ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലേ സ്റ്റാറ്റിക് എന്നാണ് അതിന് പറയുക. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് എന്തോ ഉണ്ടായിരുന്നത്? വെബ് 1-ലൊക്കെ ഉണ്ടായിരുന്നത്. ക്ലിയർ, ഓക്കെ. അപ്പോൾ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വന്നത്? വെബ് 2 എന്ന് പറയുന്നത്. വെബ് 2-ൻ്റെ പ്രത്യേകത എന്താ? പിക്ചർ ആകെ മാറി അല്ലേ. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെബ് 2 ആണ് അല്ലേ. എന്താ വെബ് 2 ടെക്നോളജിയുടെ പ്രത്യേകത? വളരെയധികം ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻ, എല്ലാ തരത്തിലുള്ള മെസ്സേജുകളും ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രമല്ല അല്ലേ, ഇൻ്ററാക്ടിവിറ്റി ഡൈനാമിക് ആയിട്ട് മാറി. ക്ലിയർ, എന്താ ഡൈനാമിക്? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, നമ്മൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ഇൻ്ററാക്ടിവിറ്റി വരാൻ തുടങ്ങി. ക്ലിയർ, ഇത് വെബ് 2 ടെക്നോളജിയുടെ പ്രത്യേകതയാണ്. ഇൻ്ററാക്റ്റീവ് വെബ്സൈറ്റുകൾ ഒരു 1 സൈഡഡ് അല്ല, 2 സൈഡഡ് ആയിട്ട്. എന്താ 2 സൈഡഡ്? അവർക്കും ചെയ്യാൻ പറ്റും, അപ്പോൾ ഗവൺമെൻറ്റിന് സിറ്റിസൺസിനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, സിറ്റിസൺസിന് ഗവൺമെൻറ്റിനോടും ചെയ്യാൻ പറ്റും. ആ രീതിയിൽ അല്ലെങ്കിൽ കമ്പനികൾക്ക് കസ്റ്റമേഴ്സിനോടും, കസ്റ്റമേഴ്സിന് അവരുടെ പരാതികളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമ്പനിക്ക് രേഖപ്പെടുത്താനൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അല്ലേ. സോഷ്യൽ മീഡിയയുടെ ബേസിക് ടെക്നോളജിയൊക്കെ എന്താ? വെബ് ടെക്നോളജിയാണ്. ക്ലിയർ, ഇപ്പോൾ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വരാൻ തുടങ്ങി അല്ലെങ്കിൽ മൈക്രോ ബ്ലോഗുകൾ വരാൻ തുടങ്ങി. ക്ലിയർ, അപ്പം ഇങ്ങനെ വളരെയധികം ഡെവലപ്മെൻറ്റ്സ് വെബ് 2 ടെക്നോളജിയുടെ ഫലമായിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ, അപ്പോൾ അതാണ് വെബ് 2. വെബ് 3-ലേക്ക് വരുമ്പോൾ എന്താ? എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ, അവിടെ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ ഇൻ്ററാക്ടിവിറ്റി കൂടുന്നു. ക്ലിയർ, Co-creators എന്ന് പറയാം. വെബ് ഒരാളുടെ മാത്രമായിട്ട് മാറുന്നതിന് പകരം ഒരു റിസോഴ്സസ് കുറേ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? എല്ലാവരും Co-creators-ആയിട്ട് മാറുന്നു. അവരവരുടെ അല്ലേ മെസ്സേജുകൾ അടയ്ക്കുക. നമ്മൾ ഇപ്പോഴത്തെ കാണുന്ന വെബുകളൊക്കെ അങ്ങനെയാണ് അല്ലേ. ദാറ്റ് മീൻസ് മൈക്രോ ബ്ലോഗുകളൊക്കെ അങ്ങനെയാണ്. ക്ലിയർ, അതുപോലെ തന്നെ ആർക്കും അതിലെന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ. ക്ലിയർ, ഈ രീതിയിൽ വെബ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഇത് ഡെവലപ്പ് ചെയ്തതോടുകൂടി നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള എന്തായി ഒരു സിറ്റുവേഷൻ അല്ലേ. മിക്കവാറും ഓർഗനൈസേഷൻ വെബ്സൈറ്റുകളായി. ക്ലിയർ, മിക്കവാറും കമ്പനികളും വെബ്സൈറ്റ് ഇല്ലാത്ത കമ്പനികൾ എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. ക്ലിയർ, വെബ്സൈറ്റ് ഇല്ലാത്ത ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. വെബ്സൈറ്റിലൂടെ സർവീസ് ഓഫർ ചെയ്യുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷനും ഒക്കെ എന്ത് ചെയ്യുന്നു? മാറുന്നു. ക്ലിയർ, ഇത് ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് എ നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ വെബ് ടെക്നോളജിയുടെ സ്റ്റേജ്. ക്ലിയർ, സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? ഓൺലൈൻ ഇൻ്ററാക്ടിവിറ്റി. ക്ലിയർ, ഓൺലൈൻ ഇൻ്ററാക്ടിവിറ്റി 4ാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് സർവീസാണ്. ക്ലിയർ, അവിടെ എന്ത് ചെയ്യുന്നു? സിറ്റിസൺസും അതുപോലെ തന്നെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ കമ്പനികളും കൺസ്യൂമേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? പരസ്പരം ഇൻ്ററാക്ട് ചെയ്യുന്ന. ക്ലിയർ, പരസ്പരം ഇൻ്ററാക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട് മാറും. ക്ലിയർ, അപ്പോൾ ആ രീതിയിൽ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ് നമുക്കിതിലൂടെ
കിട്ടുന്നത്. ക്ലിയർ? എന്താ ഇൻ്ററാക്ടിവിറ്റി? ഒരു വൺ സൈഡഡ് ആയിട്ട് മാറാതെ ടു സൈഡഡ് ആയിട്ട് മാറുക. ക്ലിയർ? ഇപ്പോൾ ഗവൺമെൻറ്റിന് പറയാനുള്ളത് ഗവൺമെൻറ് ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ മറ്റുള്ള രീതിയിലൂടെ എക്സ്റ്റൻഡഡ് വെബിലൂടെയൊക്കെ ചെയ്യുന്നു. സിറ്റിസൺസിന് ചെയ്യാനുള്ളത് അതുപോലെ ചെയ്യുന്നു അല്ലേ. ഇതൊക്കെ ലിങ്ക്ഡ് ആണ്, പരസ്പരം ലിങ്ക്ഡ് ആണ്, നമുക്കറിയാം അല്ലേ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലേ ഇതിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ അത്തരത്തിലുള്ളൊരു പാർട്ടിസിപ്പേറ്ററി സിറ്റിസൺ പാർട്ടിസിപ്പേഷന് വേണ്ടി ആപ്പുകളൊക്കെ അല്ലേ, മൈഗോ പോലുള്ള ആപ്പുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെയധികം ഇൻ്ററാക്ടിവിറ്റി വരുന്ന, ഇൻ്റർ കണക്ടിവിറ്റി വരുന്ന ഒരു എക്സ്റ്റൻഡഡ് വേൾഡാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോൾഡ് ഓൺലൈൻ ഇൻ്ററാക്ടിവിറ്റി. ഓക്കെ. സോ ഈ ഫേസിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈസ് ടു മിനിമൈസ് ദി സ്കോപ്പ് ഓഫ് പേഴ്സണൽ ഇൻ്റർഫേസ് with the government departments by providing facilities of downloading various government form, instruction, statutes, rules, form, facilities also provided for the online submission of forms, online application, online service delivery, online information. Clear? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തായിട്ട് വന്നു? ഓൺലൈനായിട്ട് വന്നു അല്ലേ. ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സുകൾ, സർവീസ് ഡെലിവറി ഇതെല്ലാം ഓൺലൈനായിട്ട് മാറുന്ന ഒരു എക്സ്റ്റെൻഡഡ് വേൾഡ് ആണ്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു സർവീസാണ് എന്ത് പറയുന്നത്? ഓൺലൈൻ ഇൻ്ററാക്ടിവിറ്റി. ക്ലിയർ? സോ ദീസ് ആർ ഓൾ ദി സ്റ്റേജസ് ഓഫ് ഇ ഗവേണൻസ്. അപ്പോൾ ഈ രീതിയിലാണ് ഇ ഗവേണൻസ് ഇവോൾവ് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഇ ഗവേണൻസ് വന്നിരിക്കുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ്? എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? ഗവൺമെൻറ് അല്ലേ എങ്ങനെയൊക്കെ ആരൊക്കെയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? മറ്റുള്ള ഗവൺമെൻറ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു ഘടകമാണ്. ക്ലിയർ? എന്താ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്? മേ ബി സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവാം, അല്ലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാവാം, ലോക്കൽ ഗവൺമെൻറ്, നമ്മൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇത് പറയുന്നതൊക്കെ നമ്മൾ എന്ത് പറയും? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നാണ് പറയാം. ക്ലിയർ? LSG. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഗവൺമെൻറ് തന്നെ ഒരു 3 ടയറാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് അല്ലേ. സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഈ വേരിയസ് ഗവൺമെൻറ് തമ്മിൽ ഒരു ഗവൺമെൻറ്റിന് മറ്റൊരു ഗവൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? അതുപോലെ തന്നെ വേറൊരു ഗവൺമെൻറ് അല്ലേ സെൻട്രൽ ഗവൺമെൻറ്റിന് ലോക്കൽ ഗവൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ ഗവൺമെൻറ്, ക്ലിയർ, എന്ന് ഈ 3 ലെവൽ ഏജൻസീസിന് ഗവൺമെൻറ് എന്ന് പറയും. ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിന് മറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പറയുന്ന ആ ട്രാൻസാക്ഷന് പറയുന്ന പേരാണ് G. ദാറ്റ് ഈസ് ഫസ്റ്റ് ഗവൺമെൻറ് ടു G. ക്ലിയർ? ഇവിടെ 2 സ്റ്റാൻഡ്സ് ഫോർ 2. ക്ലിയർ? ദിസ് ഈസ് ഗവൺമെൻറ്, ഫസ്റ്റ് ഗവൺമെൻറ്. ദിസ് ഈസ് സെക്കൻഡ് ഫോം ഓഫ് ഗവൺമെൻറ്. ക്ലിയർ? ഈ രീതിയിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ക്ലിയർ? അപ്പോൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ് ആദ്യം വരുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. ഇതുപോലെ ഗവൺമെൻറ് ഇൻ്ററാക്ട് ചെയ്യുന്ന വേറെ ഘടകങ്ങൾ എന്താ? ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി സിറ്റിസൺ ആണ്. അതുകൊണ്ട് സിറ്റിസൺസുമായിട്ട് അവർക്ക് ഇൻ്ററാക്ഷൻ ഉണ്ട്. ക്ലിയർ? അപ്പോൾ സിറ്റിസൺസ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്, അവരുമായിട്ട് കണക്ഷൻ വേണം. ക്ലിയർ? ദെൻ പിന്നെന്താ? ബിസിനസ്സുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യണം അല്ലേ. ഫേമുകൾ, കമ്പനികൾ അല്ലേ, ട്രസ്റ്റുകൾ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം അല്ലേ, ഇങ്ങനെയുള്ള എല്ലാ ഫോം ഓഫ് ബിസിനസ്സുമായിട്ട് ഗവൺമെൻറ്റിന് ചിലപ്പോൾ ട്രാൻസാക്ട് ചെയ്യണം അല്ലേ. ഇതിൻ്റെ ഫലമായിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്കുള്ള ഇൻസെൻറ്റീവ് ബെനിഫിറ്റ്സോ ഒക്കെ കൊടുക്കുന്ന കാര്യത്തിലോ ഒക്കെ ഇൻ്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ബിസിനസ്സുമായിട്ടുള്ള ലൈസൻസ്, പെർമിറ്റ് ഇതൊക്കെ ആവശ്യമാണ് അല്ലേ. ഇതൊക്കെ ഗവൺമെൻറ് എന്നാണ് കിട്ടുക. അപ്പോൾ ബിസിനസ്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം. പിന്നെന്താ? എംപ്ലോയീസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം. ക്ലിയർ? ഇങ്ങനെ ഗവൺമെൻറ് തന്നെ ക്ലിയർ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സോ ഗവൺമെൻറ് എന്ന് പറയുന്നത് അല്ലേ മറ്റുള്ള ഗവൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം, മറ്റുള്ള സിറ്റിസൺസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം, അതുപോലെ തന്നെ ബിസിനസ്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം, എംപ്ലോയീസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം. ക്ലിയർ? ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി ഹാവ് ഡെവലപ്ഡ് സർട്ടൺ മോഡൽ. ക്ലിയർ? ഇതിനാണ് മോഡൽസ് ഓഫ് ഇ ഗവൺമെൻറ്റ്സ് എന്ന് പറയും. ക്ലിയർ? അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മോഡൽ അല്ലേ. ഈ ഗവൺമെൻറ്റ്സിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയൊക്കെ ആവാം? അപ്പോൾ അതുകൊണ്ട് G to G. എന്താ G to G? ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ക്ലിയർ? ദിസ് ഈസ് എ ഗവൺമെൻറ്. അപ്പോൾ ഇതെന്താണ്? G to G ആണ്. ക്ലിയർ? ദെൻ അടുത്തത് എന്താണ്? അപ്പോൾ ദിസ് ഗവൺമെൻറ് ടു സിറ്റിസൺ. അപ്പോൾ നമ്മൾ എന്ത് പറയണേ? G to C. ക്ലിയർ? 2 എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ 2 എളുപ്പത്തിൽ ഒരു കാച്ചി വേർഡായിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. G to C. ക്ലിയർ? സോ ദിസ് ഈസ് G to C. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? G to B അല്ലേ, ഗവൺമെൻറ് ടു ബിസിനസ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്നു. അതുകൊണ്ട് G to B നമുക്ക് അതിനെന്ത് പറയാം? G to B അല്ലേ. ദെൻ ഗവൺമെൻറ് എംപ്ലോയീസുമായിട്ട് അവർക്ക്
റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് എന്ത് പറയും? G2E. ക്ലിയർ? ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസിനെ, സർവീസസിനെ, സർവീസ് ഡെലിവറിയെ, പ്രോസസ്സുകളെ, ഗവേണൻസിനെ അല്ലേ നമുക്ക് ഇങ്ങനെ ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഓരോന്നായിട്ട് നോക്കാം. ക്ലിയർ? ടൈപ്സ് ഓഫ് ഗവേണൻസ്, ഇവരൊക്കെ ഗവേണൻസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ ഓരോ ടൈപ്പിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗവേണൻസ്. ക്ലിയർ? ഓക്കെ. സോ ഫസ്റ്റ് വൺ ഈസ് G2G, ദാറ്റ് ഈസ് ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഓക്കെ. അപ്പോൾ G2Gയിൽ നമ്മൾ എന്താ പറയുന്നത്? വെർട്ടിക്കലായിട്ടും ചെയ്യാം, ഹൊറിസോണ്ടലായിട്ടും ചെയ്യാം അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ? ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, ക്ലിയർ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ക്ലിയർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഇതിന് പറയുന്ന പേരാണെന്ത്? വെർട്ടിക്കൽ മൂവ്മെൻറ്റ് അല്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിന് പറയുന്ന പേരാണെന്ത്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ക്ലിയർ? ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മറ്റൊരു പഞ്ചായത്തുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അതിനെന്ത് പറയും? ഹൊറിസോണ്ടൽ ഫ്ലോ. ക്ലിയർ? വെർട്ടിക്കൽ ഫ്ലോ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഇങ്ങനെ വരുന്ന വെർട്ടിക്കലായിട്ട് വരുന്നു. ക്ലിയർ? വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കലായിട്ടുള്ള സർവീസുകൾ. ക്ലിയർ? ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ അല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. അതെന്താ? ഒരു സർവീസാണ്. ക്ലിയർ? അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. ക്ലിയർ? ഓക്കെ. ദെൻ സ്വച്ഛ് ഭാരത് അല്ലേ മിഷൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ആ ഫണ്ടുകൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൊടുക്കുന്നു. ക്ലിയർ? അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട്, ക്ലിയർ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് അത് സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ വെർട്ടിക്കലായിട്ട് എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യും. ഇതാണ് G2G. ക്ലിയർ? അതിൻ്റെ എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് പല രീതിയിലും ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ? ഇത് മാത്രമാണോ? അല്ല. പിന്നെ എന്തുകൂടെ ഉണ്ട്? ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അല്ലേ? എന്താ ഡിപ്പാർട്ട്മെൻറ്റ്സ്? ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? വെർട്ടിക്കലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ക്ലിയർ? ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ക്ലിയർ നമ്മുടെ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ. ക്ലിയർ? അപ്പോൾ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ, ഓക്കെ, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് കോളേജ്. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗവൺമെൻറ് കോളേജിൽ നിന്നുള്ള റിക്വസ്റ്റ് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ രീതിയിൽ വേണം പോകാൻ അല്ലേ? ഇതെന്താണ്? വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഒരു പുതിയൊരു കോഴ്സിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കോളേജിൽ നിന്ന് റിക്വസ്റ്റ് കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണം. അവരെന്ത് ചെയ്യും? ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും. അവരെന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. ക്ലിയർ? അതുപോലെ തന്നെ ഒരു ഫണ്ട് നമുക്ക് ലഭിക്കുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് കോളേജ് എഡ്യൂക്കേഷന് കൊടുക്കുന്നു. ആ കോളേജ് എഡ്യൂക്കേഷൻ്റെ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് കോളേജിന്. ഈ രീതിയിൽ സർവീസസ്. ഇത് മാത്രമാണോ? അല്ല. പിന്നെ എന്താണ്? സേ ഫോർ എക്സാമ്പിൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സർവീസസ് ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ. ക്ലിയർ? ഒരേ ലെവലിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ G2Gയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിനൊക്കെ എന്തുപയോഗിക്കുകയാണ്? ഈ ഗവേണൻസ് ഉപയോഗിക്കുമ്പോൾ അതിനെ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ദെൻ സോ നെക്സ്റ്റ് ഈസ് G2C. എന്താ G2C? ഗവൺമെൻറ് ടു സിറ്റിസൺസ് ആണ് അല്ലേ? ഗവൺമെൻറ് സിറ്റിസൺസ് എന്താണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്? നമുക്കറിയാം ഗവൺമെൻറ് ടു സിറ്റിസൺസിൽ ഗവൺമെൻറ് സിറ്റിസൺസിന് കൊടുക്കുന്ന സർവീസുകളാണ് അല്ലേ? ഇപ്പോൾ സർവീസുകളായിക്കോട്ടെ, എമൗണ്ട് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, എയ്ഡ് ആയിക്കോട്ടെ. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം എന്താ? ഗവൺമെൻറ് ടു സിറ്റിസൺ അല്ലേ? ഇപ്പോൾ നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് കിറ്റ് അല്ലേ നമുക്ക് സൗജന്യമായി കിട്ടുന്ന കിറ്റ് വാങ്ങിക്കുന്നു. എന്താ? ഗവൺമെൻറ് സിറ്റിസൺസ് കൊടുക്കുന്ന ഒരു സർവീസാണ് അല്ലേ? അപ്പോൾ ആ സർവീസിൻ്റെ ഫലമേ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഫോർ എക്സാമ്പിൾ അവിടെ റേഷൻ ഷോപ്പിൽ തന്നെ നമുക്കൊരു മെഷീൻ ഉണ്ട് അല്ലേ? ആ ബയോമെട്രിക് മെഷീൻ. അതിൽ നമ്മൾ ഒരാൾ പഞ്ച് ചെയ്തിട്ട് ആ ബെനിഫിഷ്യറിയാണ് വരുന്ന ഒരാൾ പഞ്ച് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നു? അത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കാർഡിൽ വരുന്ന അയാൾ ഉൾപ്പെടുന്ന കാർഡിലുള്ള ആൾക്ക് അത്
അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഈ രീതിയിൽ വരുന്ന പ്രോസസ്സുകൾ ഗവൺമെൻറ് ടു സിറ്റിസൺ അല്ലേ. നിങ്ങളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നു അല്ലേ, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, വില്ലേജ് ഓഫീസിൽ നിന്ന് അത് അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഡിസ്ട്രിക്റ്റിലൂടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അക്ഷയയിലൂടെ ചെയ്യാൻ പറ്റും. അതെന്താ? സോ ഇറ്റ് ഈസ് ഗവൺമെൻറ് ടു സിറ്റിസൺ സർവീസ്. ക്ലിയർ. അതുപോലെ നിങ്ങൾ റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് റേഷൻ കാർഡ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നു. ക്ലിയർ. ഇതെന്താണ്? ഗവൺമെൻറ് ടു സിറ്റിസൺ സർവീസാണ്. ഇങ്ങനെ അതുപോലെ മോട്ടോർ വെഹിക്കിൾ അല്ലേ, നമ്മുടെ മോട്ടോർ വെഹിക്കിളിൻ്റെ ടാക്സ് അടയ്ക്കണം. ക്ലിയർ. എന്താ? ഗവൺമെൻറ് ടു സിറ്റിസൺ ആയിട്ട് വരുന്ന ഒരു സർവീസ്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് ടു സിറ്റിസൺ സർവീസസ് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഗവൺമെൻറ് സിറ്റിസൺസിന് കൊടുക്കുന്ന എല്ലാ സർവീസും പ്രോസസ്സുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഇതിനൊക്കെ വേണ്ടി ഈ ഗവേണൻസ് ഉപയോഗിക്കണം. അതിനുള്ള ചില എക്സാമ്പിൾസാണ് ഞാൻ അവിടെ പറഞ്ഞത്. ക്ലിയർ. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് സ്കോളർഷിപ്പ് അല്ലേ, മേ ബി ഇൻ ദ ഫോം ഓഫ് സർട്ടിഫിക്കറ്റ്സ്, ക്ലിയർ, ഗ്രാൻഡുകളായിക്കോട്ടെ അല്ലേ, PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്ന സർവീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഓൾ ദി സർവീസസ്. ക്ലിയർ. സോ ദാറ്റ് ഈസ് G2C. ഇപ്പോൾ വളരെയധികം നമ്മൾ കാണപ്പെടുന്ന സർവീസുകൾ എന്താണ്? G2C ആണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? 24/7 നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. സോ വി ക്യാൻ ഓപ്പറേറ്റ് ഇൻ 24 ക്ലിയർ hours and 7 days വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ, എനി ടൈം, എനിവെയർ. ക്ലിയർ. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ്. Then G2B, government to business. So government to businessൻ്റെ പ്രത്യേകത എന്താണ്? ബിസിനസ്സിന് കൊടുക്കുന്ന, ഗവൺമെൻറ് ബിസിനസ് കൊടുക്കുന്ന സർവീസുകൾ അതൊക്കെ ഈ ഗവേണൻസ് ആക്കി മാറ്റുക അല്ലേ. എന്തൊക്കെയാണ് അങ്ങനെയുള്ള സർവീസുകൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഗവൺമെൻറ് ബിസിനസ് കൊടുക്കുന്ന സർവീസ് എന്താ? ലൈസൻസ് കൊടുക്കേണ്ടി വരും, പെർമിറ്റ് കൊടുക്കേണ്ടി വരും, രജിസ്ട്രേഷൻ കൊടുക്കേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപ്ലിക്കേഷൻ, ഫിനാൻഷ്യൽ അപ്ലിക്കേഷൻ അത് ചിലപ്പോൾ അപ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ. ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റെസീറ്റോ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു ഗവൺമെൻറ് ബിസിനസ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒട്ടനവധി സർവീസുകളുണ്ട്. ക്ലിയർ. ഇതെല്ലാം ഇലക്ട്രോണിക് ആക്കി മാറ്റും. അതിന് പറയുന്ന പേരാണെന്ത്? G2B. ക്ലിയർ. അപ്പോൾ G2Bയിൽ എന്ത് വരുന്നു? മേ ബി കമ്പനികളൊക്കെ ആണെങ്കിൽ ഇൻകോർപ്പറേഷൻ അല്ലേ, ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന്, ലോക്കൽ ഗവൺമെൻറ് എന്നൊക്കെ എന്ത് ചെയ്യണം? ലൈസൻസും പെർമിറ്റ്സും വേണം. ക്ലിയർ. ഇൻഡസ്ട്രിയൽ ലൈസൻസ് വേണം, മാനുഫാക്ചർ ലൈസൻസ് വേണം. ക്ലിയർ. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് NOC വേണം, പെർമിറ്റ്സ് വേണം, സാങ്ഷൻ വേണം. ഇതൊക്കെ എന്താ? ദീസ് ആർ ഓൾ ദി സർവീസസ്, G2B സർവീസസ്. ക്ലിയർ. അതുപോലെ ബിസിനസ് എന്ത് ചെയ്യാറുണ്ട്? B2G ചെയ്യാറുണ്ട് അല്ലേ. ബിസിനസ് ടു ഗവൺമെൻറ് ചെയ്യാറുണ്ട്. അവർ ടാക്സ് അടയ്ക്കാറുണ്ട്, അപ്ലിക്കേഷൻസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാറുണ്ട്. ഓക്കെ. ഇതൊക്കെ ബിസിനസ് ഗവൺമെൻറ്റിൽ കൊടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ വരുന്ന സർവീസുകളൊക്കെ എന്താക്കി മാറ്റുന്നു? ഓൺലൈനാക്കി മാറ്റാം. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് G2E, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ്റിൻ്റെ സർവീസ് നടത്തുന്നതിന് വേണ്ടി അല്ലേ, അഡ്മിനിസ്ട്രേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലേ സ്റ്റാഫിനെയാണ് എംപ്ലോയീസ്, ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആര്? ഗവൺമെൻറ് എംപ്ലോയി. അപ്പോൾ ഗവൺമെൻറ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലേ. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് കോളേജൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് കോളേജിലുള്ള ടീച്ചേഴ്സും ഓഫീസ് സ്റ്റാഫ് ഒക്കെ എന്താ? ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? സർവീസസ് പ്രൊവൈഡ്. എന്ത് സർവീസ് കൊടുക്കണം? അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അല്ലേ, പീരിയോഡിക്കലി മന്ത്ലി അവർക്ക് സാലറി, വേജസ് ഇതൊക്കെ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലേ. അതുപോലെ തന്നെ അവിടെ ഇൻക്രിമെൻറ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സർവീസൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ സർവീസിൽ അല്ലേ, സർവീസിൽ ആദ്യം എൻട്രി ഉണ്ടാവും, അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും അല്ലേ, റെഗുലറൈസേഷൻ ഉണ്ടാവും. ക്ലിയർ. പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവർ പെർമനൻ്റ് ആക്കി മാറ്റണം. ക്ലിയർ. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ICT ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ഗവേണൻസ് ക്ലിയർ ടു എംപ്ലോയീസ് എന്ന് പറയാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗവൺമെൻറ് ടു എംപ്ലോയി. ക്ലിയർ. അപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റിൻ്റെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലിയർ, സർവീസസും പേയ്മെൻറ്റും സാലറിയും ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു സോഫ്റ്റ്വെയർ, ഗവൺമെൻറ് ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉണ്ട്. ക്ലിയർ. സ്പാർക്ക് എന്നാണ് അതിന് പറയുന്നത്. ക്ലിയർ. അതിലൂടെയാണ് സാലറിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ക്ലിയർ. ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം വഴി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന് കൊടുക്കേണ്ട സർവീസുകൾ ചെയ്യും. ക്ലിയർ. അപ്പോൾ എല്ലാം ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ റിട്ടയർമെൻറ്റ് സമയത്ത് നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റി ഉണ്ട്. ക്ലിയർ. അവരുടെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ. ഇതെല്ലാം HR മൊഡ്യൂൾ അല്ലേ, HR-മായി ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ. സോ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ് ടു എംപ്ലോയീസ്. അപ്പം ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ടൈപ്സ് അല്ലെങ്കിൽ വേരിയൻസ് അല്ലെങ്കിൽ ഈ ഗവേണൻസ് മോഡൽസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഗവേണൻസ് മോഡൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കത് എഴുതാം. ക്ലിയർ. ടൈപ്സ് ഓഫ് ഈ ഗവേണൻസ് ചോദിച്ചാൽ എഴുതാം. ക്ലിയർ. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഗവേണൻസ് ട്രാൻസാക്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് എഴുതാം. ക്ലിയർ.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. സോ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്? സോ നമ്പർ 1 അല്ലേ, ഇ ഗവേണൻസ് പലതും നമ്മൾ പറഞ്ഞാണ് ബെനിഫിറ്റ്സ് എങ്കിലും ഒന്നുകൂടെ നോക്കി പോകാം. ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ക്വാളിറ്റി സർവീസസ് ടു ഫോർ സിറ്റിസൺ അല്ലേ, ഇൻഫർമേഷൻ റെഡിലി അവൈലബിൾ ആവുന്നു, ആക്സസ് ഉണ്ടാവുന്നു, എല്ലാവർക്കും ആക്സസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം അല്ലേ. ഇത് ഇങ്ങനെയുള്ളൊരു സൗകര്യം കിട്ടുന്നു. ക്ലിയർ? കാരണം ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി എനിബഡി ക്യാൻ ആക്സസ്. ക്ലിയർ? ആക്സസ് ഈസ് പ്രൊവൈഡഡ് ടു ഓൾ. ക്ലിയർ? നേരത്തെയൊക്കെ ആണെങ്കിലോ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് അറിയാം, ചിലവർക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനെയാണോ ആർക്കും അറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അതിനെ മാറ്റാൻ പറ്റുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സർവീസ് ഫോർ സിറ്റിസൺസിന് കൊടുക്കുന്ന സർവീസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ദെൻ ടൈം സേവിങ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ, എല്ലാം സ്പീഡി ഡിസ്പോസലായിട്ട് മാറുന്നു. കോസ്റ്റ് റിഡക്ഷൻ അല്ലേ, ഒരാൾ ഒരു ഓഫീസിൽ പോയിട്ട് ചെയ്തെടുക്കേണ്ട സർവീസ് നമുക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് കുറയ്ക്കാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കാം, കോസ്റ്റ് ഒഴിവാക്കാം, ഒക്കെ ഒഴിവാക്കാം. മാത്രമാണോ അല്ല, ഗവൺമെൻറ്റിനും കോസ്റ്റ് ഒഴിവാക്കാൻ പറ്റും അല്ലേ. ഒരാൾ വന്നു പ്രിൻറ്റഡ് ഫോം ഉണ്ടാക്കി ആ ഫോമിൽ ഫില്ല് ചെയ്ത് വാങ്ങിച്ച് അല്ലേ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എല്ലാം എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് മുഖേന കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുന്നതുകൊണ്ട്, ഓൺലൈനായിട്ട് ചെയ്യുന്നതുകൊണ്ട്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം വഴി ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ഗവൺമെൻറ്റിനും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? ദെൻ ട്രാൻസ്പെറൻസി അല്ലേ, എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് അല്ലേ, എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് എന്താണ്, നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അക്നോളജ്മെൻറ്റ് ഉണ്ടാവും, റെഫറൻസ് ഉണ്ടാവും. ക്ലിയർ? സിസ്റ്റം റെക്കോർഡ്സ് ഉണ്ടാവും, അതിന് പെട്ടെന്ന് ടാമ്പർ ചെയ്യാനൊന്നും പറ്റില്ല. ക്ലിയർ? അത്തരത്തിലുള്ളതായിരിക്കും അത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവുക, അതിൻ്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ സിസ്റ്റം ഡെവലപ്മെൻറ്റ് സെക്യൂർ ആണെങ്കിൽ ക്ലിയർ ഇത് നമുക്ക് ടാമ്പർ ചെയ്തെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്നൊരു സിസ്റ്റത്തിൽ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ? സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തു, റെഡ് ടേപ്പിസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ചുവപ്പ് നാടയിൽ കുരുങ്ങി അല്ലേ, ഒരു പണ്ടെങ്കിലും എപ്പോഴാണ് കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ ചിലപ്പോൾ പ്രോസസ്സ് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെ പറ്റില്ല. കാരണം എന്താ, ഓൺലൈനായിട്ട് അത് അറിയാം, ഏത് ദിവസം ഫയൽ ചെയ്തു, ഏത് ദിവസം നൽകിയിട്ടുണ്ട്, എത്ര ദിവസത്തിനുള്ളിൽ അതിനെ ഡിസ്പോസ് ചെയ്യണം അല്ലേ. ഇതിനൊക്കെ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചില സിറ്റിസൺ ചാർട്ടർ എന്ന് പറയും. ക്ലിയർ? ചാർട്ടർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സർവീസിനും. ഇപ്പം മിനിമം ഇത്ര ദിവസത്തിനുള്ളിൽ അത് സർവീസ് പ്രൊവൈഡ് ചെയ്യണം, മാക്സിമം ഇത്ര ദിവസമേ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ എടുക്കാൻ പാടൂ, ഇതൊക്കെ ഉണ്ട്. ക്ലിയർ? ഓക്കെ. ഇപ്പം അങ്ങനെ വരുന്ന ഒരു റൈറ്റ് ടു സർവീസ് എന്നൊക്കെയാണ് പറയാം. ദർ ഇസ് എ റൈറ്റ് ടു സർവീസ് ആക്ട്സ് ക്ലിയർ പ്രിവെയിലിംഗ് ഇൻ കേരള. ഓക്കെ. ഇപ്പം ഈ രീതിയിൽ നമുക്ക് സർവീസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാനൊക്കെ കഴിയും. സുതാര്യമായിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറും. ആർക്കും അവരുടെ ഡാറ്റ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലേ, സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നു. ക്ലിയർ? ഹു ഹാസ് ഡൺ അല്ലേ, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണോ ഒരു കാര്യം പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്, ആരാണത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ആരാണത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ക്ലിയർ? സിസ്റ്റം ആയതുകൊണ്ട്. നേരത്തെ ആണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ക്ലിയർ? മാനുവൽ ആണെങ്കിൽ പേപ്പർ വർക്കാണ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം അങ്ങനെയാണോ? അല്ല. ക്ലിയർ? യൂസർ ID, പാസ്വേഡ്, അതുപോലെ മെഷീൻ ആക്സസ് ഏത് സമയത്ത് ചെയ്തു, ഇതിൻ്റെ എല്ലാം നമുക്ക് ട്രേസസ് എടുക്കാൻ പറ്റും. ക്ലിയർ? ഇലക്ട്രോണിക് ട്രെയിൽ ഉണ്ടാവും. ക്ലിയർ? ഇത്തരത്തിലുള്ള ട്രെയിൽസ് ഉള്ളതുകൊണ്ട് ഓക്കെ സിസ്റ്റം വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ, ക്ലിയർ, അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ പ്രോഗ്രാമാണോ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അക്കൗണ്ടബിലിറ്റി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ക്ലിയർ? സോ ആളുകളെ അക്കൗണ്ടബിൾ ആക്കാൻ നമുക്ക് ഇതുവഴി കഴിയുന്നുണ്ട്. ക്ലിയർ? അതുകൊണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ ആളുകളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കും. ക്ലിയർ? സോ ദെൻ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി അല്ലേ, എഫിഷ്യൻസി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വർക്ക് എഫിഷ്യൻസി ആയിക്കോട്ടെ, പ്രോസസ്സ് എഫിഷ്യൻസി ആയിക്കോട്ടെ, സർവീസ് എഫിഷ്യൻസി ആയിക്കോട്ടെ, ഗവേണൻസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദെൻ എക്സ്പാൻഡഡ് റീച്ച് ഓഫ് ഗവൺമെൻറ്റ്സ് ഓർ ഗവേണൻസ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ റീച്ച് എന്ന് പറയുന്നത് വളരെയധികം വ്യാപിക്കുന്നു അല്ലേ. നേരത്തെയാണെങ്കിൽ സിറ്റി സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് പേർക്ക്, നോളേജബിൾ ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന സൗകര്യങ്ങൾ ഇപ്പം എന്ത് ചെയ്യുന്നു, ഈവൻ ഈ ഗവേണൻസിൻ്റെ ഫലമായിട്ട് പഞ്ചായത്ത് ഏരിയയിൽ പോലും, റൂറൽ ഏരിയയിൽ പോലുള്ള ഒരാൾക്ക് പോലും അവർക്ക് സ്മാർട്ട് ഫോണോ എക്യുപ്മെൻറ്റ്സോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്റർ ആയിട്ടുള്ള അക്ഷയ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, സർവീസ് സെൻ്ററിൻ്റെ റീച്ച് അതിൻ്റെ എക്സ്റ്റെൻഡ് വളരെയധികം വ്യാപിക്കാൻ, എല്ലാ ആളുകളിലേക്കും ചെന്നെത്താൻ അല്ലേ, ലാസ്റ്റ് മൈൽ എന്ന് പറയില്ലേ, അതുപോലെ ലാസ്റ്റ് മാൻ ക്ലിയർ, ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഗവേണൻസ് വഴി കഴിയുന്നു. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ advantage. Clear? So these are all some of the advantages of e-governance. Okay. So next one is disadvantage. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഗവേണൻസിന് ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ വരുന്ന ഡിസഡ്വാൻറ്റേജസ്? നമ്പർ 1, ലാക്ക് ഓഫ്
ഇക്വാലിറ്റി ഇൻ ആക്സസ് ഓഫ് ദി ഇൻ്റർനെറ്റ് അല്ലേ. നമ്മൾ ഡിജിറ്റൽ ഡിവൈഡൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചു അല്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യം എന്താ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു നേഷനല്ല. നമ്മുടെ പീപ്പിൾ എന്താ അത്രത്തോളം ലിറ്ററേറ്റ് അല്ല, പ്രത്യേകിച്ച് ഡിജിറ്റൽ ലിറ്ററേറ്റ് അല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ദർ ഇസ് എ ഡിജിറ്റൽ ഡിവൈഡ് എക്സിസ്റ്റിംഗ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ഒരേ സമയം ഒരേ രീതിയിൽ ആക്സസ് ചെയ്യാനോ ലഭിക്കാനോ കിട്ടുന്നില്ല. ആ രീതിയിൽ വരുന്നതുകൊണ്ട് ലാക്ക് ഓഫ് ഇക്വാലിറ്റി ഇൻ ആക്സസ് ഓഫ് ദി ഇൻ്റർനെറ്റ് ഓർ സർവീസസ്, ICT എനേബിൾഡ് സർവീസസ്, ഇതൊരു പ്രോബ്ലമാണ്, ഒരു ലിമിറ്റേഷനാണ്. ചില ആളുകൾക്കൊക്കെ ആളുകൾക്കൊക്കെ അത് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇതൊന്നും ഡിവൈസുകളോ കണക്ടിവിറ്റിയോ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് സർവീസ് ക്വാളിറ്റി ഉണ്ടാകുന്നില്ല. അതൊരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാം. ദെൻ ലാക്ക് ഓഫ് ട്രസ്റ്റ് ആൻഡ് സൈബർ ക്രൈം. ലാക്ക് ഓഫ് ട്രസ്റ്റ് അല്ലേ. മാനുവലായിട്ടൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നു, പക്ഷേ മാനുവൽ അല്ലാതെ ഓൺലൈനായിട്ട് മാറുമ്പോൾ അത് ഡാറ്റാബേസിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം അല്ലേ. എത്ര പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, ഹ്യൂമൻ ബീങ്സ് ആണ് പ്രോഗ്രാം ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സ് ആണ് ഡാറ്റാബേസ് കൈകാര്യം ചെയ്യുന്നത് ഒക്കെ. ഓൾ ദീസ് ആർ ഓൾ പ്രൊട്ടക്റ്റഡ് ബൈ യൂസർ ID ആൻഡ് പാസ്വേഡ്. യൂസർ ID പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ലാക്ക് ഓഫ് ട്രസ്റ്റ് ഓൺലൈനായിട്ടുള്ള പ്രോസസ്സിൽ ഈ ഗവേണൻസിൽ ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ടാവുന്നില്ല. മാത്രമല്ല സൈബർ ക്രൈം അല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. യൂസർ ID പാസ്വേഡോ അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും ആരുടെയും ഐഡൻറ്റിറ്റി ഒക്കെ അല്ലേ മോഷ്ടിക്കാനോ അതുവഴി ഹാക്കിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ അവരുടെ പൈസ മോഷ്ടിക്കാനോ ഒക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈബർ ക്രൈം, കമ്പ്യൂട്ടർ വൈറസ്, മാൽവെയർ ഇതിൻ്റെയൊക്കെ എക്സിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അതും അല്ലേ ഈ ഗവേണൻസിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയും. ഹൈ സർവൈലൻസ് വളരെയധികം കൂടുന്നു. സോ ഈവൻ ദോ ഗവൺമെൻറ് അറ്റംപ്റ്റ് ടു improve public services through e-government implementation, there is also a possibility to increase the surveillance over people അല്ലേ. പലപ്പോഴും നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടീസൊക്കെ ഗവൺമെൻറ്റിനെ അക്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ. ഗവൺമെൻറ് അവരുടെ അധികാരം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, സിറ്റിസൺസിൻ്റെ പ്രൈവസി ഡാറ്റ അല്ലെങ്കിൽ പ്രൈവസി നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അവരുടെ ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ ഫലമായി എന്ത് ചെയ്യും, അവർ അങ്ങനെയുള്ള ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് വരുന്നതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി ഉള്ളതുകൊണ്ട് അവർ ടെലിഫോൺസോ സ്മാർട്ട് ഫോണോ അവരുടെ ഇൻ്റർനെറ്റ് അക്കൗണ്ട്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെന്താ ചെയ്യുന്നതൊക്കെ നോക്കാൻ പറ്റും. ഇങ്ങനെ വളരെയധികം ഒരു സർവേലൻസ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സർവേലൻസ് ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആ രീതിയിൽ ഒരു സർവേലൻസ് സിസ്റ്റം ആളുകളുടെ മുകളിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇൻ്ററാക്ഷൻ കമ്മ്യൂണിക്കേഷനിലൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ടെലിഫോൺ ചോർത്തലെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെ വരുന്നത് ഒരു പരിധിവരെ ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം. ഹൈ ഡിഗ്രി ഓഫ് സർവേലൻസിന് സാധ്യമാണ്. നേരത്തെ ആണെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല, മാനുവൽ സിസ്റ്റം ആയപ്പോൾ. ഇപ്പോൾ ഇലക്ട്രോണിക് സിസ്റ്റം ആകുമ്പോൾ എന്ത് ചെയ്യും, ഒരു പ്രത്യേക സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഏജൻസീസിന് അവരുടെ അധികാരം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ സോ ഫാൾസ് സെൻസ് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസി ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിട്ട് വരുന്നു, ഒരു ഫാൾസ് സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ചിലപ്പോൾ ട്രാൻസ്പെറൻ്റ് ആവുന്നില്ല അല്ലേ. ഓൺലൈനായിട്ടുള്ള ഫ്രോഡുകൾ ഒട്ടനവധി ഉണ്ട്. ഓൺലൈൻ ഡാറ്റാബേസിൽ തന്നെ മാറ്റം വരുത്തി തട്ടിപ്പ് അല്ലേ. നമ്മൾ ഇടയിലൊക്കെ ട്രഷറി തട്ടിപ്പിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് നടത്തുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ ഈ രീതിയിൽ അക്കൗണ്ടബിലിറ്റിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിയൊക്കെ എന്ത് ചെയ്യപ്പെടാം, വിഷ്യേറ്റ് ചെയ്യപ്പെടാം. അതിലൊക്കെ ആബ്സെൻസ് ഉണ്ടാവാം, അതൊക്കെ ലൂസായിട്ട് മാറാം. അപ്പോൾ ഇത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സെൻസ് ഓഫ് ഫാൾസ് സെൻസ് ഓഫ് അല്ലേ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ട് നമ്മൾ വിശ്വസിപ്പിക്കുന്നു, പക്ഷേ ചിലപ്പോൾ ഇല്ലാതെയും വരാം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. ദെൻ കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ. ഈ ഗവേണൻസ് ഒക്കെ നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെൻറ് സർവീസുകളൊക്കെ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അല്ലേ എന്ത് ചെയ്യണം, എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യണം. എന്ത് ഇൻഫ്രാസ്ട്രക്ചറാ, നമുക്ക് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് വേണം, ഈ ഡാറ്റാബേസ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി സർവേഴ്സ് ആവശ്യമുണ്ട്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വേണ്ടി വരും, സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ട് വരും, സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ വേണ്ടി വരും, ഡാറ്റാ സെൻറ്റേഴ്സ് ഡാറ്റയൊക്കെ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് മാറ്റി വയ്ക്കേണ്ടി വരും. ഇങ്ങനെ അനുബന്ധം നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടി നെറ്റ്വർക്ക് കണക്ഷൻസിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ, ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടി ഗവൺമെൻറ് വിനിയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഇതെന്തായിട്ട് മാറുന്നു, കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചറായിട്ട് മാറും. സോ ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സർവീസ് കിട്ടും, പക്ഷേ
ഇനീഷ്യൽ പീരീഡിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിന് വേണ്ടി മുടക്കേണ്ടി വരും. ക്ലിയർ? സോ ദാറ്റ് ഈസ് വൈ ഹ്യൂജ് കോസ്റ്റ് ഈസ് ഇൻകേർഡ് ഫോർ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ. ക്ലിയർ? ഇതൊക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ.